ഈ വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശം, എനിക്കൊന്ന് കേരളത്തിലെ മതേതര മനസ്സുള്ള, ഇപ്പം ഞാൻ രാഷ്ട്രീയാതീതമായി മതേതര മനസ്സുള്ള ആരും അത്തരം പരാമർശങ്ങളോട് യോജിക്കില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കൊണ്ടുപോയത് അടക്കമുള്ള വിമർശനങ്ങളും ഒരുപാട് വിലയിരുത്തലുകളും ഒക്കെ വന്നു. അതിനുശേഷം NSS SNDP ഐക്യം എന്ന് പറയുന്ന ഒരു പുതിയ ആശയം വന്നു. അത് ഇതേപോലെ തന്നെ വിമർശിക്കപ്പെട്ടു. അതിൽ നിന്ന് NSS പിന്മാറി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വർഗീയ സ്വഭാവമുള്ള, ഇപ്പോൾ CPM നേരിടുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഇപ്പോൾ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അതുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി കൊണ്ടുവരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞതൊക്കെ സഖാവ് ശ്രദ്ധിച്ചു കാണും. ഇത് അഭിലഷണീയമാണോ? വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈയിടെ എൻ്റെ ഒരു സുഹൃത്തെ കാണാൻ പോയപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈഴവരുടെ കാൻഡിഡേറ്റ്സ് ഈഴവനായതുകൊണ്ടൊന്നും ജയിക്കണമെന്നില്ലാതെ പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക കാൻഡിഡേറ്റിനെ പറ്റി ഞാൻ പേര് പറയുന്നില്ല, ആ ഈഴവനായതുകൊണ്ടൊന്നും അടി ജയിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം SNDPയുടെ സെക്രട്ടറി ആകുമ്പോൾ ആ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. NSS ജനറൽ സെക്രട്ടറി NS നായർമാർക്ക് വേണ്ടി വാദിക്കത്തില്ലേ? അത് സമുദായത്തിന് വേണ്ടി വാദിക്കുക മാത്രമല്ല, മുസ്ലിങ്ങൾ അപകടകാരികളാണെന്ന് പറഞ്ഞു. പക്ഷേ മാത്രമല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം പിന്നീട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശത്തിനൊരു വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വലിയ പുകിലൊക്കെ ഇവിടെ ഉണ്ടായി. ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെയുള്ളൊരു പരാമർശമാണല്ലോ വെള്ളാപ്പള്ളി നടത്തിയത്. അല്ല, ആ പരാമർശത്തെ പറ്റി വ്യാപകമായിട്ടുള്ള വിമർശനവും കുറേയധികം രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ സമുദായ സംഘടനകൾക്കെല്ലാം ഒരു എന്താ പറയുക, അവരുടെ കാഴ്ചപ്പാടിൻ്റെ വിശാലത കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. എല്ലാ സമുദായ സംഘടനയും കുറച്ച് ചുരുങ്ങി സമുദായം കേന്ദ്രീകരിച്ചുള്ളതായി വന്നിട്ടുണ്ട്. അത് SNDPയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മുസ്ലിം വിരോധിയായിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹം മത്സരിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യാമോഹമൊന്നും അദ്ദേഹത്തെ വ്യാമോഹമല്ല മോഹമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം, അതിനും ഒരു വർഗീയ സ്വഭാവമുണ്ട് എന്ന് വിലയിരുത്തൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു കൂട്ട് ഇപ്പോൾ UDFന് മാത്രമുള്ളതല്ല. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ CPMനൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം? അത് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി ഓരോ കാലത്തും ഓരോരുത്തരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിക്കാതിരുന്നിട്ടുണ്ട് എല്ലാ പാർട്ടികളും. അതെ, അത്രയും പറയേണ്ട കാര്യമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചൊരു ചർച്ച വരുന്നത് തന്നെ അവരുടെ കഴിവിന് അതീതമായ ഒരു കാര്യം അവർക്ക് അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി വിമർശനം അപ്പോൾ അനാവശ്യമാണെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നോക്കണം എന്താണ്, അവരുടെ പരിപാടി നോക്കണം. അവർ പലയിടത്തും പലതരത്തിലാണ്. ചില സംസ്ഥാനങ്ങളിൽ തികച്ചും വർഗീയമായി അക്രമാസക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ബംഗ്ലാദേശൊക്കെ തികഞ്ഞ വർഗീയതയാണ്. മറ്റുള്ളവരെ കൊല്ലുകയല്ലേ. എത്ര ഹിന്ദുക്കളെ തല്ലിക്കൊണ്ടാണ്. മോദി അനങ്ങിയോ? ഇല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയല്ലേ. ഹിന്ദുക്കളെ തല്ലിക്കൊന്നാണ് ലഞ്ച് എന്ന് പറഞ്ഞാൽ തല്ലി ചതച്ചു കൊല്ലുന്നതാണ്. ഈ മോദി അനങ്ങിയോ? സഖാവ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നത്? എന്തിനായിരിക്കും? ഇപ്പോൾ നിരന്തരം UDFനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ജമാഅത്തുമായുള്ള കൂട്ടുകെട്ട് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അദ്ദേഹം എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്തുകൊണ്ടാണ് CPM ഈ ഒരു നിലപാടെടുക്കുന്നത്? മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട കാര്യം സ്വാധീനിക്കുന്നില്ല. മനസ്സിലായി. അല്ല, അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പിലെ ഒരു തന്ത്രമായി ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതാണ് CPMൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമൊന്നും അല്ലത്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം. പക്ഷേ അതിൽ പ്രധാന ഡേഞ്ചർ ഭൂരിപക്ഷ വർഗീയതയാണ്. അതാണ് ഞങ്ങളുടെ തീസിസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.